എല്ലാവരും ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്താ എന്താ അയ്യോ പിന്നെ കുറച്ചേരം കുറച്ച് കുടുംബ സീനുകളായിരുന്നു. പിന്നെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. വലിയേട്ടനും ചെറിയേട്ടനും പിന്നെ കൊച്ചനീത്തിയും. എന്തറിയോ വിശ്വാസമൊക്കെ പോയി. അയ്യോ ഞങ്ങളോട്ടേക്ക് വിശ്വാസം. പിന്നെ എങ്ങനെയാണ് വലിയേട്ടനാണ് ഒറ്റടിക്ക് ചതിച്ചത്. പിന്നെ ചെറിയേട്ടൻ ഉണ്ടാവും എന്നുള്ളൊരു ഇതിൽ പോയേക്കുമ്പോ ചെറിയേട്ടൻ ഒടുക്കത്തെ സത്യസന്ധത. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അപ്പൊ കൊറേ ആയിട്ട് അങ്ങനെയാണല്ലോ, സത്യസന്ധനാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറിയേട്ടൻ ഞാനും കണ്ടില്ല, എനിക്ക് പറയാൻ പറ്റില്ല. അയ്യോ പെങ്ങളൂട്ടി തെറ്റി, വിശ്വാസം നഷ്ടപ്പെട്ടു. കരഞ്ഞോ? അതെ, അത് പെങ്ങളോട്ട് തെറ്റിയോട് രണ്ടാളോട് ചൂടായി പോയിക്കോ. അങ്ങനെ അമ്മ ഇല്ലാതെ അതിന്റെ ശേഷം ഞങ്ങളാണ് എന്നെ നോക്കി ഇത്ര എങ്ങനെ ആക്കിയത്. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഏട്ടന്റെ മുഖത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും. ചെറിയേട്ടൻ അത്ര വിഷമമുള്ളൂ എങ്ങോട്ട് പറഞ്ഞു. അതിന് നന്ദൂട്ടി തെറ്റിയിട്ട് പോയി. കുറച്ച് എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ ചെറിയേട്ടൻ വന്നിട്ട് നന്ദൂട്ടി അങ്ങനെ അല്ലടി മോളെ അങ്ങനെയാണ്. അതിൽ അപ്പത്തേക്ക് വലിയേട്ടനാ. നന്ദുട്ടിക്ക് എന്നും വലിയേട്ടനും ചെറിയേട്ടനും ഉണ്ട്. എന്നോടിത് വേണ്ടായിരുന്നു, ഭയങ്കര എനിക്ക് വെയ്യതൊക്കെ കാണാൻ. അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യ, സത്യം പറയാ. ഞങ്ങള് 3 പേരും അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് എന്താ ചെയ്യേണ്ടത്. ബോറായോ? മനോഹരമായി. കുറച്ചോവറായോ എന്നൊരു ഡൗട്ട്. ബിഗ് ബോസ് നിങ്ങൾ ഇത് കാണുക. വെങ്ങളൂട്ടിക്കൊരു പണപ്പെട്ടി, വെങ്ങളൂട്ടിക്കൊരു വീട് പദ്ധതി. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. വലിയേട്ടനും ചെറിയേട്ടനോട് പൊളിക്കാണ് കിടന്നിട്ട് അവിടെ. എന്തായാലും സമാധാനമായല്ലോ. സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.